നമസ്കാരം. കേരളത്തിൽ നടക്കുന്ന വലിയൊരു മണ്ണിടിച്ചിൽ ദുരന്ത വാർത്ത തലശ്ശേരി ഒസൻമുട്ടയിലെ ലോറൽ ഗാർഡൻ എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത അതിവിദൂരമല്ല എന്നുള്ള ഒരു വാർത്ത ഫസ്റ്റ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം, അതായത് ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഒരു വാർത്തയ്ക്ക് തൊട്ട് പിന്നാലെ തന്നെ പ്രദേശത്തേക്ക് ഈ പറയുന്ന ലോറൽ ഗാർഡൻ ഓഡിറ്റോറിയത്തിലേക്ക്, ആ ആഡംബര ഓഡിറ്റോറിയത്തിലേക്ക് തഹസിൽദാരും ഒപ്പം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവരും മറ്റു അധികാരികളും പോലീസ് സേനയും ഉൾപ്പെടെ എത്തുകയും അവിടെ പരിശോധിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ഈ ഒരു ഓഡിറ്റോറിയം അവിടെ തുറന്നു പ്രവർത്തിക്കുകയാണ്. അവിടെ ദിവസേന ആയിരങ്ങൾ പങ്കെടുക്കുന്ന വലിയ പരിപാടികളാണ് നടക്കുന്നത്. ഈ ചിത്രങ്ങളിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവിടെ മണ്ണിടിച്ചിൽ ചൊവ്വാഴ്ചയും ഉണ്ടായിരിക്കുന്നു. ആ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ നിർമ്മിക്കുന്ന ഘട്ടത്തിൽ കുത്തിനെ മണ്ണെടുക്കുകയും ആ തൊട്ട് പിന്നാലെ ഉണ്ടായിരുന്ന കുന്നിൻ പ്രദേശത്തുണ്ടായിരുന്ന വീടുകൾ ഉൾപ്പെടെ താഴേക്ക് നിലം പതിക്കുന്ന നിലയിലേക്ക് ആ കുന്ന് ഇടിഞ്ഞു വരുന്ന തരത്തിലേക്ക് തന്നെയാണ് അവർ കഴിഞ്ഞ ഫെബ്രുവരി 26 ഈ മണ്ണെടുത്തിരിക്കുന്നത്. ആ മണ്ണെടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ആ മുകളിലുള്ള വീട്ടുകാർക്ക് അവർ ഒരു ഉറപ്പ് നൽകിയിരുന്നു. അവിടെ മതിൽ നിർമ്മിക്കാം എന്നുള്ള ഉറപ്പായിരുന്നു നൽകിയത്. എന്നാൽ ആ മതിൽ നിർമ്മിക്കുക എന്നുള്ള ആ ഒരു ഉറപ്പ് പാലിക്കാത്ത വന്ന അവസ്ഥയിലാണ് ആ വീട്ടുകാർ ഒന്നടങ്കം തന്നെ ഇപ്പോൾ വില്ലേജ് ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും സബ് കളക്ടർക്കും തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് കിട്ടുന്ന ലഭ്യമാവുന്ന വളരെ സുപ്രധാനമായ ഒരു വിവരം എന്ന് പറയുന്നത്, ഈ ഒരു സ്ഥാപനത്തിന് ന്യൂ മാഹി പഞ്ചായത്തിൻ്റെ ലൈസൻസ് ഇല്ലായിരുന്നു, കെട്ടിട നമ്പർ ഉൾപ്പെടെ ഇല്ലായിരുന്നു എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ആധികാരികമായ രേഖയാണ്. ആ പഞ്ചായത്ത് ഈ പറയുന്ന സ്ഥാപനത്തിന് ലൈസൻസ് നൽകിയിട്ടില്ല എന്ന് പറയുന്ന വിവരാവകാശ രേഖയാണ് ഇപ്പോൾ ഫസ്റ്റ് റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ഈ വിവരാവകാശ രേഖയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞിരിക്കുന്നു, ഈ പറയുന്ന സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്നുള്ളത്. മാത്രമല്ല, ഈ സ്ഥാപനത്തിന് മറ്റെന്ത് ലൈസൻസ് ആണ് ഉള്ളത് എന്ന് ഞങ്ങൾ അന്വേഷണം നടത്തി. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്, കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യം രജിസ്ട്രേഷൻ, അതായത് MSME, ഈ പറയുന്ന ചെറുകിട വ്യവസായ സംരംഭങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുണ്ട്. അത്തരത്തിൽ പദ്ധതിയുടെ ഭാഗമായി ആർക്കും ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാവുന്ന ഒരു ഉദ്യം ആധാർ എന്ന് നമുക്ക് അതിനെ വിളിക്കാം. അത്തരത്തിലുള്ള ഉദ്യം രജിസ്ട്രേഷൻ മാത്രമാണ്, ആ രജിസ്ട്രേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഉദ്യം രജിസ്ട്രേഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ആ 3 വർഷത്തെ കാലാവധി ഈ പറയുന്ന മെയ് 30 അല്ലെങ്കിൽ മെയ് 31 അവസാനിക്കും എന്നുള്ളതാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ജൂൺ 1 മുതൽ ഈ സ്ഥാപനത്തിന് അവിടെ പ്രവർത്തിക്കാനുള്ള യാതൊരുവിധ രജിസ്ട്രേഷനും യാതൊരുവിധ അനുമതികളും ഇല്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുതന്നെയാണ് ഈ വാർത്തയിലെ വളരെ പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലഭ്യമായ സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ അടുത്ത മാസങ്ങളിലായി നടക്കാൻ പോകുന്നത് 30-ലധികം വിവാഹങ്ങളോ മറ്റു പാർട്ടികളുമാണ്. ഇതിനാണ് ഈ വിവാഹങ്ങളോ മറ്റു പാർട്ടികൾക്ക് വേണ്ടി വരുന്നത് 1000 മുതൽ 3000 വരെയുള്ള ആളുകളെയാണ് ഓരോ ദിവസം ഇവിടെ വരും എന്നുള്ള പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസം ഇവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ, കുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവർ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ എത്തുന്ന ഘട്ടത്തിൽ അവരെല്ലാം തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഈ പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെ അവിടെ ആളുകൾ കൂടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്ന ഘട്ടത്തിൽ, ഈ മണ്ണിടിച്ചിൽ രൂക്ഷമാകുന്ന ഘട്ടത്തിൽ, ആ മണ്ണിടിച്ചിൽ ഏതു നിമിഷവും ഒരു വലിയൊരു ജീവന് ആപത്തുണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒരു നാശത്തിലേക്ക് പോകാനുള്ള സാധ്യത അതിവിദൂരമല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ പറയുന്ന 30-ലധികം വന്നിട്ടുള്ള ബുക്കിംഗ്, ആ ബുക്കിങ്ങിൻ്റെ ഭാഗമായി നമ്മുടെ വാർത്ത വന്നതിന് ശേഷം പലരും വിളിച്ച് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. കാരണം വിവാഹം പോലെയുള്ള വളരെ മംഗളകരമായിട്ടുള്ള ഒരു കർമ്മം നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ദുരന്ത സാധ്യതയുള്ള ഒരു പ്രദേശത്ത് എങ്ങനെയാണ് തങ്ങളുടെ മകളുടെ വിവാഹം അല്ലെങ്കിൽ മകൻ്റെ വിവാഹം അല്ലെങ്കിൽ മറ്റൊരു സന്തോഷകരമായ മുഹൂർത്തം നടത്തുക എന്നുള്ള ആലോചനയിൽ തന്നെയാണ് അവിടെ ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും. പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയേണ്ടതിരിക്കുന്നു, ഇത്തരത്തിൽ ഈ 30 കൂടി ഈ പറയുന്ന ഏക ലൈസൻസ് ഉള്ള, അതായത് ഈ സ്ഥാപനത്തിലുള്ള ഏക ലൈസൻസ് എന്ന് പറയുന്നത് ഉദ്യം രജിസ്ട്രേഷൻ ലൈസൻസ് ആണ്. ആ ഉദ്യം രജിസ്ട്രേഷൻ ലൈസൻസിൻ്റെ കാലാവധി കൂടി
പൂർത്തിയാകുന്ന നിലയ്ക്ക് ഈ സ്ഥാപനത്തിന് മറ്റൊരു ലൈസൻസും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആ സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുള്ള അല്ലെങ്കിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ആ കുന്നിൻ്റെ വേണ്ട തരത്തിൽ വാൾ കെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഭിത്തി കെട്ടിക്കൊണ്ട് സംരക്ഷണ ഭിത്തി കെട്ടിക്കൊണ്ട് ഈ പറയുന്ന ഒരു വലിയ ദുരന്തമുണ്ടാകാനുള്ള സാധ്യത അത് കളയണം, അല്ലെങ്കിൽ ആ സാധ്യത ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് ഫസ്റ്റ് റിപ്പോർട്ടും ആവശ്യപ്പെടുന്നത്. ഈ സ്ഥാപനത്തിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തിട്ടില്ലാത്തത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ വ്യക്തമായി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും ഉൾപ്പെടെയുള്ള ആളുകളുമായി ഞങ്ങൾ തിരക്കിയിരുന്നു. ആ ഘട്ടത്തിൽ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് തീരദേശ പരിപാലന നിയമം ഈ ഒരു സ്ഥാപനം പാലിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ തീരദേശ പരിപാലന നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള റെഗുലേഷൻസ് ഇതിൽ പറയുന്ന ഈ കടലുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഈ സ്ഥാപനത്തിന് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ CRZ വയലേഷൻ നടത്തിയതിനെ തുടർന്ന് ഈ ന്യൂമാഹി പഞ്ചായത്ത് അനുമതി കൊടുക്കാതിരുന്ന കെട്ടിടത്തിന് ആകെ ഉണ്ടായിരുന്ന ലൈസൻസ് എന്ന് പറയുന്നത് ഉദ്യം രജിസ്ട്രേഷൻ ആയിരുന്നു. ആ ഉദ്യം രജിസ്ട്രേഷൻ്റെയും കാലാവധി 3 വർഷ കാലമാണ്. ഈ ഉദ്യം രജിസ്ട്രേഷന് കാലാവധി കൊടുക്കുക. അതിനുശേഷം ഈ സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ജില്ലയുടെ മറ്റ് ലൈസൻസുകൾ എന്തൊക്കെയാണോ വേണ്ടത് ആ ലൈസൻസുകൾ വാങ്ങി ആ സ്ഥാപനം പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഈ കേന്ദ്ര സർക്കാർ പറയുന്നത്. എന്തായാലും മറ്റ് ലൈസൻസുകളൊന്നും ഈ സ്ഥാപനത്തിന് കിട്ടിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഉദ്യം രജിസ്ട്രേഷൻ്റെ ലൈസൻസും ഈ പറയുന്ന 30-ാം തീയതി ക്യാൻസലാവും. തുടർന്ന് ഇങ്ങോട്ട് ഈ സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഈ സ്ഥാപനം പിന്നീട് തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരോ പോലീസോ മറ്റ് ഭരണാധികാരികളോ ജില്ലാ ഭരണകൂടമോ സമ്മതിക്കുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ്. ഈ ജസ്ലീം എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് ഉന്നതമായ രാഷ്ട്രീയ സ്വാധീനം ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് എത്ര കാലം ഈ ഉദ്യോഗസ്ഥരെ വിരട്ടി അല്ലെങ്കിൽ അവർക്ക് പണം കൊടുത്ത് നിർത്താൻ വേണ്ടി കൈക്കൂലി കൊടുത്ത് നിർത്താൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഇനി തലശ്ശേരി ജനത, പ്രത്യേകിച്ച് ഉസൻപൊട്ടയിലെ ജനത, ഈ പറയുന്ന ഹൈവേ തലശ്ശേരിയിലെ ദേശീയപാതയ്ക്ക് സമീപത്തുള്ള ജനത കാണാൻ പോകുന്നത്.